നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുഎസിന്റെ പുതിയ ഗാസ വെടിനിർത്തൽ നിർദ്ദേശം പരിശോധിക്കുകയാണെന്നാണ് ഹമാസ് പ്രതികരണം. പുതിയ നിർദ്ദേശം നിലവിൽ രൂപത്തിൽ നടപ്പിലാക്കിയാൽ ഗാസയിൽ കൊലപാതകങ്ങളും പട്ടിണിയും തുടരാൻ മാത്രമേ സഹായിക്കൂവെന്നും ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഖാസിം നയീം പറയുന്നു. താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ സർക്കാർ അംഗീകരിച്ചെന്നും ഇക്കാര്യത്തിൽ ഹമാസ് നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെന്നുമുള്ള വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു നയീം. യുദ്ധം അവസാനിപ്പിക്കുന്നതടക്കം ഗാസയിലെ ജനങ്ങളുടെ ആവശ്യങ്ങളൊന്നും ഈ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഇല്ലെന്ന് നയീം പറയുന്നു. എങ്കിലും പൂർണ്ണ ദേശീയ ഉത്തരവാദിത്വത്തോടെ ഹമാസ് നേതൃത്വം നിർദ്ദേശം പഠിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം വെടിനിർത്തൽ നിർദ്ദേശത്തോടുള്ള ഹമാസിന്റെ പ്രതികരണം ശനിയാഴ്ച അറിയിക്കുമെന്നാണ് രഹസ്യവൃത്തങ്ങൾ പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഗാസ ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കുകയും സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കുകയും മാനുഷിക സഹായം പുനരാരംഭിക്കുകയും ചെയ്യുമെന്ന കാര്യം പുതിയ കരാറില്ലെന്ന് ഹമാസ് ഉദ്യോഗസ്ഥൻ സമി അബു സൂരി റോയിട്ടേഴ്സിനോട് പറഞ്ഞു. 60 ദിവസത്തെ വെടിനിർത്തൽ നടപ്പാക്കാനും 28 ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കുവാനും പകരം 1236 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാനുമാണ് കരാറിന്റെ കരടിലുള്ളതെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം പുതിയ നിർദ്ദേശം അംഗീകരിച്ചതായി ഇസ്രായേൽ നേതൃത്വം സ്ഥിരീകരിച്ചിട്ടില്ല. കൊടും പട്ടിണി നേരിടുന്ന ഗാസയ്ക്ക് മാനുഷിക സഹായം പുനരാരംഭിച്ചില്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ഉപരോധം ചുമത്തുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറയുന്നു. ഫലസ്തീനികൾ കൊടും പട്ടിണി നേരിടുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന് നോക്കി നിൽക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സിംഗപ്പൂർ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മാക്രോൺ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ മനുഷ്യാവകാശങ്ങളെ മാനിക്കുന്നുവെന്ന അനുമാനം അവസാനിപ്പിക്കണമെന്ന് മാക്രോൺ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ സർക്കാർ നിലപാട് മാറ്റുമെന്നും മാനുഷിക സഹായം അനുവദിക്കുന്നുവെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുക എന്നത് ധാർമ്മിക കടമ മാത്രമല്ല, രാഷ്ട്രീയ ആവശ്യകതയാണെന്നും മാക്രോൺ ചൂണ്ടിക്കാട്ടി. യുഎസ് പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചതായും അമേരിക്ക അറിയിക്കുന്നുണ്ട്. വൈറ്റ് ഹൌസ് വക്താവ് കരോലിൻ ലിവിറ്റാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ഇസ്രായേൽ പിന്തുണയ്ക്കുന്ന വെടിനിർത്തൽ നിർദ്ദേശമാണ് ഹമാസിന് കൈമാറിയിരിക്കുന്നതെന്നും അവർ പ്രതികരിച്ചു. യുഎസ് സമർപ്പിച്ച നിർദ്ദേശം വിലയിരുത്തി വരികയാണെന്നാണ് ഹമാസ് അറിയിച്ചിട്ടുള്ളത്. 2 മാസം നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ടത്തിൽ 10 ബന്ദികൾക്ക് പുറമെ 18 മൃതദേഹങ്ങളും ഹമാസ് കൈമാറും. ഇതിലേക്ക് പകരമായി ഗാസയിലേക്ക് ആവശ്യമായ സഹായം ഉറപ്പാക്കുകയും നിശ്ചിത ശതമാനം ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കുകയും ചെയ്യും. സമ്പൂർണ്ണ യുദ്ധവിരാമവും സൈനിക പിന്മാറ്റവും വ്യവസ്ഥ ചെയ്യുന്നതാണ് 2ാം ഘട്ടം. വ്യവസ്ഥകളുടെ പാലനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനായിരിക്കുമെന്നും പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തിലുണ്ട്. ഗാസയിൽ ഹമാസിനെ അമർച്ച ചെയ്യും വരെ ആക്രമണം നിർത്തില്ല എന്നാണ് തീവ്ര വലതുപക്ഷ മന്ത്രിമാരായ ബെൻഗവീറും സ്മോട്രിമും ആവശ്യപ്പെട്ടത്. പട്ടിണി പിടിമുറുക്കിയ ഗാസയിൽ ആര്യങ്ങൾ ഭക്ഷണം ലഭിക്കാതെയും വലയുകയാണ്. ഇസ്രായേൽ സൈനിക മേൽനോട്ടത്തിൽ ഗാസയിൽ 3ാമത് താൽക്കാലിക ഭക്ഷ്യ വിതരണ കേന്ദ്രം തുടങ്ങിയെങ്കിലും രൂക്ഷമായ പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടില്ല. കൂടുതൽ സഹായ ട്രക്കുകൾക്ക് അനുമതി നൽകിയും കുറ്റമറ്റ വിതരണ സംവിധാനത്തെ ചുമതല ഏൽപ്പിച്ചും മനുഷ്യത്വപരമായ നടപടി സ്വീകരിക്കുവാൻ UN ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. ഗാസയുടെ വിവിധ ഭാഗങ്ങളിലായി ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 70 പേർ കൂടി കൊല്ലപ്പെട്ടു. ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണ നൽകി യമനിലെ ഹൂതികൾ ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളം ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസം വീണ്ടും മിസൈൽ ആക്രമണം നടത്തി. ഇതോടെ വിമാനത്താവളം താൽക്കാലികമായി അടച്ചിട്ടു. ഈ ഭൂമിയിൽ എല്ലാവരും ഒരുപോലെ വിശന്നിരിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അത് ഗാസയാണെന്നാണ് ഐക്യരാഷ്ട്രസഭയും പ്രതികരിച്ചത്. ഫലസ്തീൻ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ക്ഷാമത്തിന്റെ ഭീഷണിയിലാണെന്ന് UNന്റെ മാനുഷിക ഏജൻസിയായ OCHAയുടെ വക്താവ് ജെൻസ് ലാർക്ക് വ്യക്തമാക്കി. ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു രാജ്യത്തിനുള്ളിലെ ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളും പട്ടിണിക്കിരയാക്കുന്ന ഒരേയൊരു സ്ഥലം എന്നാണ് ഗാസയെക്കുറിച്ച് ലാർക്ക് പറഞ്ഞത്. ജനസംഖ്യയുടെ 100% ക്ഷാമത്തിന്റെ വക്കിലാണെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ഗാസ മുനമ്പിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ലാർക്ക് വിശദീകരിക്കുന്നുണ്ട്. ഉപരോധം ഭാഗികമായി നീക്കിയതിനു ശേഷം 900 ട്രക്കുകൾ മുനമ്പിലേക്ക് പ്രവേശിക്കാൻ ഇസ്രായേൽ അനുവദിച്ചിരുന്നു. എന്നാൽ ഇതുവരെ 600 ട്രക്കുകൾ മാത്രമേ അതിർത്തിയിലെ ഗാസ ഭാഗത്ത് ഇറക്കിയിട്ടുള്ളൂ. സുരക്ഷാ കാരണങ്ങളാൽ പ്രദേശത്തിനുള്ളിൽ വിതരണത്തിനായി കുറച്ച് ഷിപ്മെന്റുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാസയിൽ സഹായം എത്തിക്കാനുള്ള ദൗത്യം ഇന്ന് ലോകത്തിന് മാത്രമല്ല സമീപകാല ചരിത്രത്തിലെയും ഏറ്റവും തടസ്സപ്പെട്ട സഹായ പ്രവർത്തനങ്ങൾ ഒന്നായി മാറുന്ന സാഹചര്യമാണെന്നും ലാക്ക് പറയുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ ഐക്യരാഷ്ട്രസഭ അംബാസിഡർ ഡാനിയൽ മെറോൺ ഈ അവകാശവാദങ്ങളെയൊക്കെ നിഷേധിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ ഏജൻസികൾ ഇസ്രായേലിനെ പൈശാചികമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോപിക്കുന്നത്. സാധാരണക്കാർക്ക് മാനുഷിക സഹായം എത്തിക്കാനുള്ള ഇസ്രായേലിന്റെയും പങ്കാളികളുടെയും ശ്രമങ്ങളെ അവർ വിമർശിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു. UN ഹമാസിനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും എന്നാൽ ആവശ്യക്കാർക്ക് തങ്ങൾ സഹായം നൽകുന്നുണ്ടെന്നും മെറോക്കൺ എക്സിൽ കുറിച്ചു. ഗാസയിലെ പ്രതികൂല സാഹചര്യങ്ങൾക്കിടെ ദർ അൽ ബലാഹിയിലെ ഒരു ഫീൽഡ് ആശുപത്രിയിൽ ഒരു വെയർഹൌസിൽ സായുധ സംഘം റെയ്ഡ് നടത്തിയതായും UN വക്താവ് പറയുന്നു. പോഷകാഹാരക്കുറവുള്ള കുട്ടികൾക്കായി സജ്ജീകരിച്ചിരിക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ, സാധനങ്ങൾ, മരുന്നുകൾ, പോഷക സപ്ലിമെന്റുകൾ എന്നിവ സംഘം കൊള്ളയടിക്കുന്നുവെന്നും വക്താവ് വ്യക്തമാക്കി.
ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം 58 പേർ കൂടി കൊല്ലപ്പെട്ടു. ഖാൻ യൂനീസിലാണ് കൂടുതൽ മരണം. ഹമാസ് ചെറുത്തുനിൽപ്പിൽ 4 ഇസ്രയേൽ സൈനികർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. പട്ടിണി മൂലം വലയുന്ന ഗാസ നിവാസികൾക്കായി ഏർപ്പെടുത്തിയ താൽക്കാലിക ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളിൽ എത്തുന്നവർക്ക് നേരെ ഇസ്രയേൽ അതിക്രമം കഴിഞ്ഞ ദിവസം തുടർന്നു. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിന് പിന്നാലെ മാർച്ച് മുതൽ ഗാസയിലുടനീളം ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തുകയാണ്. ഗാസയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുമെന്നും ഹമാസിനെ ഇല്ലാതാക്കുമെന്നും ബന്ദികളെ തിരിച്ചെത്തിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നുമാണ് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഭക്ഷണവും മരുന്നും ഇന്ധനവും മറ്റു സാധനങ്ങളും ഗാസയിലേക്ക് പ്രവേശിക്കുന്നത് ഇസ്രയേൽ തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് കൊടും പട്ടിണിയായ ജനങ്ങൾക്ക് നേരെ ഈ പ്രയോഗവും. ഇസ്രയേലിലെ ആക്രമണത്തിൽ ഏകദേശം 54,000 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഡോക്ടർ ദമ്പതികൾക്ക് 9 കുട്ടികളെയാണ് നഷ്ടപ്പെട്ടത്. ഗാസയിൽ കുട്ടികളടക്കം 29 പേർ പട്ടിണി മൂലം മരിച്ചുവെന്നാണ് ലോകാരോഗ്യ സംഘടനയും അറിയിച്ചിട്ടുള്ളത്. 2 ദശലക്ഷം ആളുകൾ പട്ടിണിയിലാണ്. ഗാസ മുനമ്പിലെ ഖാൻ യൂനീസിലെ നാസർ ആശുപത്രി പോഷകാഹാരക്കുറവ് മൂലമുള്ള അസുഖങ്ങൾക്കുള്ള കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഗാസയിലെ ജനങ്ങൾ ഭക്ഷണം, വെള്ളം, വൈദ്യസഹായം, ഇന്ധനം, പാർപ്പിടം എന്നിവയുടെ ക്ഷാമം അനുഭവിക്കുന്നുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന വിലയിരുത്തി. ഇസ്രയേലുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ ഗാസയിൽ ഹമാസ് കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഷാഖ് അൽ അസ്വാദ് എന്ന മാധ്യമത്തിലാണ് ഹമാസ് നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുള്ളത്. 2 വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ ഹമാസിന്റെ മുൻനിര നേതാക്കളെ പലരെയും ഇസ്രയേൽ വധിച്ചിരുന്നു. ഇതിനിടെ യുദ്ധം തുടരുന്നത് അവരുടെ സാമ്പത്തിക സ്രോതസ്സിനെയും ബാധിച്ചു. ഇസ്രയേലുമായി യുദ്ധം ചെയ്യുന്ന സ്വന്തം അംഗങ്ങൾക്കുള്ള വേതനം പോലും നൽകാൻ സാധിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഹമാസിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണത്രേ ഇപ്പോൾ നേരിടുന്നത്. ഹമാസ് നിരയിൽ അതൃപ്തി പുകയുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഹമാസിന്റെ നേതൃത്വ നിരയിലുള്ളവരെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ നീങ്ങുന്നത്. ഹമാസിന്റെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുന്നു. യുദ്ധത്തിലെ ഏകോപനത്തെയും നേതൃത്വത്തിലെ അഭാവം ബാധിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനിടെയാണ് യുഎന്നിന്റെ ഭക്ഷണം ഉൾപ്പെടെയുള്ള സഹായവുമായി എത്തുന്ന ട്രക്കുകൾക്ക് കടുത്ത നിയന്ത്രണം ഇസ്രയേൽ നടത്തുന്നത്. ഗാസയിലെ ജനങ്ങളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ കടത്തിവിടുന്ന ട്രക്കുകളുടെ എണ്ണം തുലവും കുറവാണ്. ഗാസയിലേക്കുള്ള UAE ട്രക്കുകൾ കൊള്ളയടിക്കപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഈ സംഭവം. UAE പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഗാസയിൽ പ്രവേശിച്ച 24 ട്രക്കുകളിൽ 1 മാത്രമാണ് ലക്ഷ്യത്തിലെത്തിയത്. ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ഓപ്പറേഷൻ ഗാലൻ നൈറ്റ് 3 എന്ന പേരിൽ UAEയുടെ സഹായ ദൗത്യം തുടരുകയാണ്. സംഭവത്തിൽ ഗാസയിലെ UAE ദൗത്യസംഘം ഇസ്രയേലിനെ കുറ്റപ്പെടുത്തിയിരുന്നു. ദുരിതബാധിതർക്കായി സഹായം എത്തിക്കാൻ ഇസ്രയേലും UAEയും കഴിഞ്ഞ ദിവസം ധാരണയിലെത്തുകയായിരുന്നു. നിലവിൽ കടുത്ത ഭക്ഷ്യ പ്രതിസന്ധിയാണ് ഗാസ നേരിടുന്നത്. സഹായം എത്തിച്ചില്ലെങ്കിൽ ഗാസയിൽ അടുത്ത മണിക്കൂറിൽ 14,000 കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമാനിറ്റേറിയൻ വിഭാഗം മേധാവി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.